ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു ഇടിയപ്പം ഉണ്ടാക്കാം. അതിന് ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. അപ്പം ഇതിനൊരു കപ്പ് റവയും. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇതിലോട്ട് 1 സ്പൂൺ ഓയിൽ ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ റവ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. തീ കുറച്ചും കൂട്ടിയിട്ട് വേവിക്കണം. നമുക്കിത് നന്നായിട്ട് കട്ട പിടിക്കാതെ. ഇതിപ്പോൾ ദാണ്ട് ഈ പരുവാക്കണേ. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് വിട്ട് കണ്ടോ ഈ പരുവത്തിൽ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. തീയൊക്കെ ഓഫ് ചെയ്ത് എന്നിട്ട് ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പം ചെറിയ ചൂടുണ്ട്. നമുക്ക് ചെറിയ ചൂടോട് വേണം ഇത് നന്നായിട്ട് കുഴയ്ക്കാൻ. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ കുഴച്ചിതാ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഇതിനകത്തോട്ടിടിക്കത്തില്ല. ഇതിനകത്താക്കി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. തന്നെ ഇതിനകത്തെല്ലാം ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ വെക്കാം. ഇപ്പം ഞാനിതൊന്ന് പിച്ചാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ശകലം തേങ്ങയും കൂടി ഇടുന്നു. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെക്കാം. ഒത്തിരി സമയം വെക്കണ്ട. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് നമ്മൾ വെന്ത സാധനമാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിഞ്ഞെടുക്കാൻ ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ റവ കൊണ്ടുള്ള സോഫ്റ്റ് ഇടിയപ്പം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എപ്പോഴും ഈ റവ കൊണ്ട് ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കിയേക്കും അടുത്തൊക്കെ ഇരിക്കുമല്ലേ. അപ്പം നമുക്ക് ഇതുപോലത്തെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം.